എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, അങ്ങനെ പന്തികേടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഒരു പാക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തലേ ദിവസം മുടി ഇങ്ങനെ പിന്നിട്ടുണ്ടായിരുന്നു കടന്നുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് അയച്ചിട്ട് നമുക്ക് പാക്ക് ഇടാം. ഇതും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഈ താരൻ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് കുരു അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ താരൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സിൽ നമ്മൾക്ക് ഇങ്ങനെ ചൊറിച്ചലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ വരിക, അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നമ്മളോ സിമ്പിളല്ലേ, കുറച്ചല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും. അങ്ങനെ ഞാനും ആദ്യം ഇങ്ങനെ വിചാരിച്ചിരിക്കും. മടി കാരണമാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ താരം ഫുള്ളായിട്ട് പോവും. എൻ്റെ തലത്തൊക്കെ പോവാറുണ്ട് കേട്ടോ. പിന്നെ മുഖത്ത് കുരുവൊക്കെ വരുമ്പോഴാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കും. കൊഴിയാൻ തുടങ്ങും, മുടി കൊഴിയാൻ തുടങ്ങും. പിന്നെ മുഖത്തും നെറ്റിയിലൊക്കെ കുരുക്കൾ വരും, തലയിലൊക്കെ കുരുക്കൾ വരും. അതൊക്കെ നമ്മൾ മടി കാരണം താരൻ അധികമാകുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ്. പക്ഷെ അഡ്വാൻസ് സ്റ്റേജിൽ എത്തുന്നതിനെക്കാട്ട് മുമ്പ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. പിന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കളയാനായിട്ട് ഡെയിലി വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ വഴിയൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ടിപ്പ് 1. ടിപ്പ് 2 എന്താ വെച്ചാൽ അതാ ഞാൻ ചെയ്യണതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ചെയ്താൽ മതി ആദ്യം തന്നെ, പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ ചെയ്യാണ്ടിരുന്നതാണ്. മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് എല്ലാ സ്കാൽപ്പിൽ ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ള യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് പോവാറുണ്ട് കേട്ടോ. പിന്നെ ടിപ്പ് 3 എന്താണെന്ന് വെച്ചാൽ കടുക് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ കടുക് ഒന്ന് അരച്ചിട്ട് സ്കാൽപ്പിൽ തേച്ചാൽ മതി. അതും നന്നായിട്ട് ഡാൻഡ്രഫ് പോകാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പം എല്ലാവിടെയും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുട്ടയുടെ മഞ്ഞ ഇത്തിരി സ്മെല്ലുണ്ടെങ്കിലും വെള്ളം അത്രയ്ക്ക് സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഞാൻ വെള്ളയാണ് എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് മുടിക്ക് വേണ്ട എല്ലാവിടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിക്ക് ഉണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുളിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് എണ്ണയും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖത്തായ പ്രശ്നമൊന്നുമില്ല. ചിലർ മുഖത്തൊക്കെ മുട്ടയുടെ വെള്ളം തേക്കുമല്ലോ വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിന് സൈഡ് എഫക്ട്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ പനി അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം നല്ലൊരു ഹാക്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം മുടിയൊന്ന് നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. ഞാൻ ഷാമ്പൂ ഒന്നും ഇടുന്നില്ല, സ്മെല്ലൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട്. അത് എൻ്റെ മുഖത്ത് കുറച്ച് കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഡാൻഡ്രഫ് കാരണമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതാ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മുടി നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇതാ അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഹെയർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട്. അത്ര ഡ്രൈ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുളിക്കണതിൻ്റെ മുമ്പേ. അപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ നമ്മളുടെ മുടി നല്ല കൂടുണ്ടല്ലേ. അപ്പോൾ എൻ്റെ മുടി ഇത്തിരി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എപ്പോഴും ഹെയർ കെയറുകൾ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കും. ഹെയർ കെയറിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഔട്ടിങ്ങിന് പോകാണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക. ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ഒരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് ഒട്ടിക്കുന്നത്. പിന്നെ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല. പിന്നെ ഒലേൻ്റെ ഒരു ക്രീമും കൂടി തേച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് സൺസ്ക്രീമൊന്നും തേക്കണില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതെല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈറ്റ് കളറായ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു പിങ്ക് കളറാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു പൊട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇട്ടത് കൊണ്ട് ഞാൻ മുടി ഇങ്ങനെ മോളിക്കായിട്ടാണ് കെട്ടണത്. അപ്പോൾ കുറച്ച് മുടി എടുത്തിട്ട് മോളിക്ക് ഇങ്ങനെ കെട്ടിയതിന് ശേഷം
രണ്ട് സൈഡും കൂടി ഒന്ന് കെട്ടി ഇങ്ങനെ വെക്കണ്ട കേട്ടോ, കാരണം ഇങ്ങനത്തെ ടോപ്പ് ഇട്ടതുകൊണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്നിട്ട് ഞങ്ങൾ പോയത് പാലക്കാടുള്ള ലുലു മോളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിക്ക് കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചു. ഇങ്ങനെ ഒരു റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഊഞ്ഞാല് പോലത്തെ ഒരു സാധനം, അതിലൊക്കെ കയറിയിട്ടോ. അവന് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ ഇപ്പോൾ ഒന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കളിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഒരു കാറുണ്ടായിരുന്നു, അതിലാണ് കൂടുതൽ നേരം ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാനും ഉണ്ണിയും കൂടി ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവൻ പിന്നെ ഓടിപ്പോയി, ഞാനാണ് ബാക്കി കളിക്കുക ചെയ്തിട്ടോ. അപ്പോൾ അതിന് മാത്രം ഞങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഈ ടോയ്സിലൊന്നും നമുക്ക് റീചാർജ് ചെയ്തില്ലെങ്കിലും നമുക്ക് വെറുതെ കളിക്കാൻ പറ്റിയ ടോയ്സാണ് കേട്ടോ. അപ്പോൾ കാർ അങ്ങനത്തേലൊക്കെ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഈ കാറിൽ വെറുതെ കളിച്ചു കേട്ടോ. അതിന് റീചാർജ് ഒന്നും ചെയ്യണ്ടായിരുന്നു, വെറുതെ അങ്ങനെ കളിച്ചു. അപ്പോൾ ഉണ്ണി പറയുകയാണ്, അമ്മ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ച് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നിട്ട് വെറുതെ കളിക്കുകയാണ്. പിന്നെ ഞാൻ വെറുതെ ഫാഷൻ സ്റ്റോറിൻ്റെ അത് കൂടെ ഇങ്ങനെ ഒന്ന് നടന്നു, വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നടന്നെല്ലാം കണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്കലേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണി കളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പം നൂഡിൽസും അത് കൊക്കക്കോള അതൊക്കെ ചിക്കൻ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അല്ലാതെ നല്ല റേറ്റാണ്, അതുകൊണ്ടൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. വണ്ടി